ആഗോള നയതന്ത്രത്തിന്റെയും അന്താരാഷ്ട്ര സുരക്ഷാ കരാറുകളുടെയും അടിസ്ഥാന തത്വങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ യഥാർത്ഥ കച്ചവട മുഖം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഹോർമുസ് എന്തുകൊണ്ടാണ് ട്രംപ് ഇത്ര കിടന്ന് പരിശ്രമിച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ നോക്കുന്നത്? പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭീതി പടരുന്നതിനിടയിൽ ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയെ വെറും ഒരു ബിസിനസ് കച്ചവടമായിട്ട് മാറ്റാൻ ട്രംപ് ശ്രമിക്കുകയാണ്. എനിക്കിവിടെ ചുങ്കപ്പിരിവ് നടത്തണം എന്നൊരൊറ്റ വാചകത്തിലൂടെ തങ്ങളുടെ സമ്പന്ന ഗൾഫ് സഖ്യകക്ഷികളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്ന പുതിയ സാമ്പത്തിക ബലപ്രയോഗത്തിനാണ് അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് സഖ്യകക്ഷികൾക്ക് നൽകി വരുന്ന സൈനിക പരിരക്ഷയ്ക്ക് പകരം കടന്നുപോകുന്ന എല്ലാ വാണിജ്യ ചരക്കുകൾക്കും 20% സംരക്ഷണ ഫീസ് ഈടാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഈ ട്രംപ് ഈ ഒരു കാര്യം പറയുമ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഓർക്കണം. എന്തായാലും ട്രംപ് പറഞ്ഞതേ വലിയ കാര്യമൊന്നുമില്ല, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വാക്കുകൾക്ക് അത്ര വിശ്വസനീയമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. എങ്കിൽ പോലും പറയുകയാണ്. അതിലേക്ക് വരാം. ഈ അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന ഒരു നഗ്നമായിട്ടുള്ള സാമ്രാജ്യത്വ ധാർഷ്ട്യമാണ് ഇപ്പോൾ ട്രംപ് കാണിക്കുന്നത്. ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പകരം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയെ മുതലെടുത്ത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഈ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഒരു വലിയ ശ്രമമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഹോർമുസ് കടലിടുക്ക് ഒരു രാജ്യത്തിന്റെ കുത്തകയല്ലെന്നും അത് എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്നുമുള്ള അന്താരാഷ്ട്ര തത്വങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയാണ് ഇപ്പോൾ ആ നയം പൂർണ്ണമായിട്ട് തിരുത്തി എഴുതി അവിടെ തങ്ങൾക്ക് ടോൾ പിരിവ് നൽകണമെന്ന് പറയുന്നത്. അതായത് ആദ്യമേ പറയുന്നു അവിടെ ടോൾ പിരിവ് നടത്തരുത്, എല്ലാ കപ്പലുകൾക്കും എല്ലാ രാജ്യങ്ങളിലുള്ള കപ്പലുകൾക്കും സ്വതന്ത്രമായിട്ട് പോകാൻ കഴിയണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നു. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത്, അതായത് ഇറാന്റെ പരമാധികാരത്തിൽ മോഹം വെച്ച് കണ്ണ് വെച്ച് പോയ ട്രംപ് ഇന്ന് എത്തി നിൽക്കുന്നത് ഹോർമുസിൽ അവർക്ക് നിയന്ത്രണം വേണം, ടോൾ ഏർപ്പെടുത്തണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു യുദ്ധത്തെ കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് പല രാജ്യങ്ങളെയും കരുവാക്കിക്കൊണ്ട് പലരുടെയും ജീവൻ ആവശ്യമില്ലാതെ എടുത്തുകൊണ്ട് പലരുടെയും ഒരു പ്രതിസന്ധിയിലേക്ക് കടത്തി വിട്ടുകൊണ്ട് പല രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ട്രംപും ഇസ്രയേലും കൂടി ഈ ഒരു യുദ്ധം തുടങ്ങിയത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് മുമ്പ് വരെ സ്വതന്ത്ര ഗതാഗതത്തെ അനുകൂലിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. അതായത് തങ്ങൾക്ക് പണമില്ല എന്നുള്ള കാര്യം അവർ വളരെയധികം അടുത്തറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ടോൾ പിരിവ് നടത്തി വലിയ ലാഭം കൊയ്യാൻ ട്രംപ് മുതിരുകയാണ്. ഞങ്ങൾ കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കും, എന്നാൽ അതിന് പണം നൽകണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഹോർമുസിന് എൻ്റെ പേരിടുമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയതുകൊണ്ട് ഈ കാര്യങ്ങളിലും വലിയ നീക്കുപോക്കുകൾ ഉണ്ടാകില്ല എന്നതാണ് സാരാംശം. എന്തായാലും വിദേശ നയത്തിന്റെ മറവിൽ നടത്തുന്ന പച്ചയായ ഭീഷണിപ്പെടുത്തലും വലിയൊരു കച്ചവടവുമാണ് ഇപ്പോൾ ട്രംപ് വെളിപ്പെടുത്തുന്നത്. അമേരിക്കയുടെ ഈ ഒരു പുതിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ വലിയ ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത്. മുൻപ് ഇറാൻ ഇത്തരം ചാർജ് ചുമത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ്, ഇതിലൂടെ കടന്നു പോകാൻ പണം നൽകേണ്ടി വരുന്നതിന് ഭൂമിയിലുള്ള ഒരു രാജ്യവും പിന്തുണയ്ക്കില്ല എന്ന് ബഹ്റൈനിൽ വെച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഇതേ കാര്യം അമേരിക്ക ചെയ്യുമ്പോൾ ആ പഴയ ആഗോള തത്വങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോവുകയാണ് ചെയ്യുന്നത്. പണം പിരിക്കുന്നത് തങ്ങളാണെങ്കിൽ എന്തും അനുവദനീയമാണ് എന്ന അമേരിക്കൻ അഹങ്കാരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനി അന്താരാഷ്ട്ര സമുദ്ര നിയമം അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഒരു പ്രത്യേക സൈനിക ശക്തിക്ക് ഒരു പാതയെ ഒരു സ്വകാര്യ ടോൾ ബൂത്താക്കി മാറ്റാൻ നിയമപരമായിട്ട് അധികാരമില്ല. UN-ന്റെ ഔദ്യോഗിക ഷിപ്പിംഗ് ഏജൻസി ആയിട്ടുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഇതിനോടകം തന്നെ ട്രംപിന്റെ ഒരു അന്യായമായിട്ടുള്ള ടോൾ ആവശ്യത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര കടലിടുക്കുകളിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാൻ ഒന്നിനും നിയമപരമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ട്രംപ് തന്റെ ഫോക്സ് ന്യൂസ് അഭിമുഖത്തിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മുന്നോട്ട് വെച്ച ഈ ഒരു കച്ചവട നയം അല്ലെങ്കിൽ ഈ കാര്യം കേവലം ഒരു തമാശയല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ വൻകിട എണ്ണ വിപണിയോ അതുവഴി അന്താരാഷ്ട്ര വിപണിയും പൂർണ്ണമായും തങ്ങളുടെ കാൽ കീഴിലാക്കാനുള്ള നീക്കമാണ്. അതായത് തങ്ങൾ പറയുന്നതേ ചെയ്യാവൂ, തങ്ങൾ പറയുന്നതേ നടത്താവൂ. അതാണല്ലോ അമേരിക്ക ഡോളറിൽ കണ്ടത്. അതായത് ആ ഡോളർ ഉണ്ടെങ്കിൽ, അമേരിക്കൻ ഡോളർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വാങ്ങാൻ പോകാം. അതേ നയം തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ
പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലോകം അവസാനിച്ചാലും ശരി ഈ ഹോർമുസ് അമേരിക്കയുടെ കയ്യിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ലോകത്തിന്റെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ഭാഗത്തെ സംരക്ഷിക്കാൻ നമ്മൾ എന്തിനാണ് വെറുതെ പണം കളയുന്നത് എന്ന ട്രംപിന്റെ ചോദ്യം അമേരിക്കയുടെ വിദേശകാര്യ നയം എത്രത്തോളം സങ്കുചിതം സ്വാർത്ഥവുമാണെന്ന് അടിവരയിടുന്നുണ്ട്. സ്വന്തം സഖ്യകക്ഷികളെ പോലും കറവ പശുക്കളാക്കി മാത്രം കാണുന്ന ഇത്തരം വിദേശ നയങ്ങൾ അമേരിക്കയുടെ വിശ്വസ്തതയെ ആഗോളതലത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ആളിക്കത്തുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ യഥാർത്ഥ ഉത്തരവാദി അമേരിക്ക തന്നെയാണെന്നത് പറയാതിരിക്കാൻ വയ്യ. 2015 ലോകശക്തികൾ ഇറാനുമായിട്ട് ഒപ്പുവെച്ച ആണവ കരാർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏകപക്ഷീയമായിട്ട് ലംഘിച്ചതും ഇറാനെതിരെയുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഈ വാഷിംഗ്ടൺ ആണ്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ പ്രതികാര നടപടികൾ ഭയന്ന് ജീവിക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളോട് ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ വൻ തുക ആവശ്യപ്പെടുന്നത് അമേരിക്കൻ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ദയനീയമായ ഉദാഹരണം കൂടിയാണ്. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയ സമയം മുതലേ അമേരിക്ക വെല്ലുവിളിക്കുന്നതല്ല, പറയുന്ന കാര്യങ്ങളാണ്. വലിയ വീരവാദം മുഴങ്ങുകയാണ്. പക്ഷെ ഇന്നേ വരെ ഈ ഗൾഫ് മേഖലയിൽ നടന്ന ആക്രമണത്തിൽ അവരെ രക്ഷിക്കാൻ ട്രംപോ അല്ലെങ്കിൽ ട്രംപിന്റെ സൈന്യമോ പോയില്ല എന്നതാണ്. ആദ്യം ഒരു പ്രദേശത്ത് ബോധപൂർവം തീയിടുക, അതിനുശേഷം ആ തീ കെടുത്താൻ വൻ തുക പ്രതിഫലമായിട്ട് ചോദിക്കുക എന്ന തന്ത്രമാണ് ട്രംപ് ഇവിടെ പയറ്റുന്നത്. ഇനി സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും വരെ ഈ ഒരു ഭീഷണിയുടെ നിഴലിൽ നിർത്തിയിരിക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് സ്വന്തം ട്രഷറി നിറയ്ക്കുക എന്നത് മാത്രമാണ്. അമേരിക്കയുടെ ഒരു പുതിയ സാമ്പത്തിക ഭീഷണിയോട് അതീവ രോഷത്തോടെയാണ് പല ഗൾഫ് അറബ് രാജ്യങ്ങളും പ്രതികരിക്കുന്നത്. പരസ്യമായിട്ട് അമേരിക്കയെ പിണക്കാൻ ഭയക്കുമ്പോഴും വാഷിംഗ്ടണിന്റെ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക ഇടപെടലുകളിൽ സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പ്രാദേശിക ഭരണാധികാരികളോട് ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകളോ നയതന്ത്ര ചർച്ചകളോ നടത്താതെയാണ് അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് നയതന്ത്ര വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക വിതച്ചതിന്റെ ഫലമുണ്ടാകുന്ന ഇറാന്റെ പ്രതികാര ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണങ്ങൾ തങ്ങളുടെ മണ്ണിൽ പതിക്കുമ്പോൾ അതിന്റെ ഇരകളാകാൻ തങ്ങൾ വിധിക്കപ്പെടുകയാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംരക്ഷണത്തിനായിട്ട് 20% കപ്പൽ കൂലി കൂടി നൽകണമെന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് മേൽ നടത്തുന്ന ക്രൂരമായിട്ടുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഇനി ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്നും ഗതാഗത ഫീസ് ചുമത്താനുള്ള അമേരിക്കയുടെ ഈ ഒരു തീരുമാനം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനം കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ ഓഫ് ദ ലോ ഓഫ് ദി സീ അനുസരിച്ച് അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ യാത്രാ സ്വാതന്ത്ര്യവും സമുദ്ര സുരക്ഷയും ഉറപ്പാക്കേണ്ടത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കുത്തകയല്ല. ചരിത്രപരമായിട്ട് ഇത്തരം ജലപാതകൾ തുറന്നിടണമെന്നും തടസ്സമില്ലാതെ ഗതാഗതം ഉറപ്പാക്കണമെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ നിലപാടുകളെ പൂർണ്ണമായി റദ്ദാക്കുന്നതാണ് ട്രംപിന്റെ പുതിയ നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ സുരക്ഷാ കമ്പനി എന്ന വ്യാജേന ശബ്ദത്തിൽ സ്വന്തം അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള അമേരിക്കൻ ശ്രമം ഒരു തരത്തിൽ പറഞ്ഞാൽ സർക്കാർ അനുമതിയോടുള്ള കടൽ കൊള്ളയ്ക്ക് സമാനമാണ് എന്ന് പറയേണ്ടി വരും. ഇത് ആഗോള വ്യാപാര മേഖലയെ കൂടുതൽ അരാജകത്വത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയുടെ ഒരു ബലപ്രയോഗത്തെയും സാമ്പത്തിക ഭീഷണികളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഈ മേഖലയിൽ അവസാനിക്കുന്നത് വരെ ഗൾഫിലെ സമുദ്ര ഗതാഗതം സമാധാനപരമായിരിക്കില്ല എന്ന് IRGC കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാൻ അമേരിക്കയുടെ സാന്നിധ്യമാണ് സംഘർഷങ്ങൾ ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് വാദിക്കുന്നുണ്ട്. ട്രംപിന്റെ യുദ്ധക്കൊതിയും കച്ചവട കണ്ണും കാരണം ഗൾഫ് സഖ്യകക്ഷികൾ പോലും അമേരിക്കയോട് അകലുന്ന കാഴ്ചയാണ് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് ലോകക്രമത്തിൽ വലിയൊരു ഗതിമാറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ വൻ ശക്തികളുടെ പണക്കൊഴുപ്പിനും രാഷ്ട്രീയ മത്സരങ്ങൾക്കുമിടയിൽ ഹോർമുസ് കടലിടുക്കിൽ പിടഞ്ഞു മരിക്കുന്നത് പാവപ്പെട്ട കപ്പൽ ജീവനക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതും നിരവധി പേർക്ക് പരിക്കേറ്റതും ഈ ഒരു യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചോതുന്നുണ്ട്. ലോകത്തിലെ 20% പെട്രോളിയം ഇന്ധനം കടന്നു പോകുന്ന ഈ ഒരു റൂട്ട് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ വില നൽകേണ്ടി വരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ആഗോളതലത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരം ഒരു മനുഷ്യത്വപരമായിട്ടുള്ള പ്രശ്നങ്ങളോ
സാധാരണക്കാരുടെ ജീവൻ ഒട്ടും പരിഗണിക്കാതെ വെറും 20% ഫീസ് ഈടാക്കുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന അമേരിക്കൻ ഭരണകൂടം സമാധാനത്തിന്റെ ശത്രുവായാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പശ്ചിമേഷ്യയുടെ സമാധാനം വിദേശികളുടെ കൈകളിലല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും പരമാധികാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഈ ഒരു സംഘർഷം എന്തായാലും അടിവരയിടുന്നുണ്ട്. അധികാരമോഹവും പണക്കൊഴുപ്പും മാത്രമായിട്ട് ട്രംപ് ഈ ഒരു യുദ്ധത്തെ മാറ്റി ചിത്രീകരിക്കുമ്പോൾ അവിടെ ട്രംപിന് തിരിച്ചടിയാകുന്നത് ഇറാന്റെ കടുത്ത നിലപാടും ട്രംപിനെ അനുകൂലിക്കാത്ത ഈ ഗൾഫ് മേഖലയിലെ കാര്യങ്ങളുമാണ്. എന്തായാലും ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇറാൻ ഒരുപക്ഷെ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാകണം. അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.